എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 1201 കന്നിമാസം 22 തീയതി ബുധനാഴ്ച 8/10/2025. നമുക്കിന്ന് ബുധൻ്റെ ആധിപത്യമുള്ള ഒരു ദിവസമാണ്. വിദ്യാരംഭത്തിനും ഒക്കെ ഏറ്റവും നല്ല ദിവസമാണ്. ചികിത്സ ആരംഭിക്കുന്നതിന് അനുകൂലമല്ലാത്ത ഒരു ദിവസമാണ്. ഇന്ന് ബുധഹോരയിലാണ് ഇന്നത്തെ ദിവസം തുടങ്ങുന്നത്. ഇന്ന് ബുധനാഴ്ച നമ്മുടെ ഇന്നത്തെ ഫലം എങ്ങനെയാണ് എന്ന് പരിശോധിച്ച് നോക്കാം. മേടക്കൂറുകാർക്ക് എങ്ങനെയാണെന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തികക്കാൽ. ഈ കൂറുകാർക്ക് വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. ഒരുപാട് കാര്യങ്ങൾ സാധിക്കാനായിട്ട് സാധിക്കുന്ന ഒരു ദിവസമായിരിക്കും. അതേപോലെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. ബുദ്ധിപരമായ കാര്യങ്ങൾ ആധാരമെഴുത്ത് മുതൽ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് വരെ അല്ലെ കഥ എല്ലാം എഴുതുന്നവർക്കും പുസ്തക പ്രകാശനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒക്കെ ഇന്ന് അനുകൂലമായ ഒരു ദിവസമായിരിക്കും. അതേപോലെ ബാങ്ക് ഇടപാടുകളിൽ ഉള്ള ക്രമക്കേടുകളൊക്കെ ഇന്ന് പരിഹരിക്കാൻ സാധിക്കുന്ന ദിവസമായിരിക്കും. അതേപോലെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നിന്ന് ധനസഹായം ലഭിക്കാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ ഗ്രഹാന്തരീക്ഷം അത്ര ശുഭകരമല്ല. ഗ്രഹത്തിൽ ചില കലഹങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോവുക. അനാവശ്യമായ കോപം മേടക്കൂറുകാർക്ക് മിക്കവാറും ഉണ്ടാകുന്നതാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ വെറുതെ കോപിക്കുകയും ഉച്ചത്തിൽ സംസാരിക്കുകയും പ്രശ്നമുണ്ടാക്കുകയും ഒക്കെ ചെയ്തിട്ട് സ്വയംകൃത അനർത്ഥം മൂലമുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളൊക്കെ വന്നു ചേരാനായിട്ട് ഇന്നത്തെ ദിവസം സാധ്യതയുള്ളതിനാൽ വാക്കുകൾ നിയന്ത്രിക്കുക. ഈശ്വര പ്രാർത്ഥനയോടുകൂടിയും സമചിത്തതയോടുകൂടിയും ശാന്തതയോടുകൂടിയും ഏതു കാര്യവും തുടങ്ങിയാൽ വളരെ അനായാസേന പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ്. വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമാണെങ്കിലും വിദ്യാർത്ഥികൾക്ക് ഇന്ന് അനുകൂലമായൊരു ദിവസമായിരിക്കില്ല. പരീക്ഷയിൽ പരാജയമോ അല്ലെങ്കിൽ തോൽവി മൂലമുണ്ടാകുന്ന നിരാശയോ ഒക്കെ വന്നു ഭവിക്കാൻ സാധ്യതയുണ്ട്. മത്സര പരീക്ഷകളൊക്കെ എഴുതിയിട്ടുള്ളവർക്ക് നിരാശാജനകമായ ഫലമാണ് ലഭിക്കുന്നത്. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, ഉദ്യോഗാർത്ഥികൾക്ക്, ഉദ്യോഗസ്ഥർക്ക് എല്ലാം തന്നെ ഇന്ന് അനുകൂലമായൊരു ദിവസമാണ്. അതേപോലെ തന്നെ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അത്ര നല്ല ദിവസമായിരിക്കുകയില്ല. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും. മറ്റ് ചില ജോലികൾ ചെയ്യുന്നവർക്ക്, അതായത് ജലസംബന്ധമായത്, ആകാശ സംബന്ധമായത്, അതായത് പോർട്ട്, എയർപോർട്ട്, കടലുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർ, അല്ലെങ്കിൽ ജലാശയവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇന്ന് അനുകൂലമായൊരു ദിവസമായി കാണുന്നു. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല, രോഹിണി, മകയിരത്തര. ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി തന്നെയാണ് കാണുന്നത്. ധാരാളം കാര്യങ്ങൾ ഒരുമിച്ച് സാധിക്കാൻ സാധിച്ചുള്ള ചാരിതാർത്ഥ്യം അനുഭവിക്കാൻ യോഗമുണ്ട്. എന്നാൽ കേസും വഴക്കുമൊക്കെ ആയിട്ട് നടക്കുന്ന ആളുകൾക്ക് വളരെ നിരാശകരമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. ഒരു തരത്തിലുമുള്ള ആനുകൂല്യം ലഭിക്കുന്നതല്ല. കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് വളരെ പ്രതികൂലമായൊരു വിധി ഇന്ന് നേരിടേണ്ടതായി കാണുന്നു. അതേപോലെ സ്വന്തമായി ബാങ്ക് പണമിടപാടുകൾ നടത്തുന്നവർക്കും ഇന്ന് പ്രതികൂലമായൊരു ദിവസമാണ്. അതേപോലെ ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന് വളരെ അനുകൂലവും ആശ്വാസകരമായ ദിവസമാണ്. വിവാഹാദി കാര്യങ്ങളിൽ ശ്രദ്ധ വച്ചിരിക്കുന്നവർക്ക് അനുകൂലമായ മറുപടിയും അനുകൂലമായ സഹകരണവുമൊക്കെ ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർതമുക്കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി തന്നെയാണ് കാണുന്നത്. ഒരുപാട് കാര്യങ്ങൾ സാധിക്കാൻ പറ്റുന്ന ദിവസമാണെങ്കിലും വൈകുന്നേരത്തോടു കൂടി ശാരീരിക ക്ലേശങ്ങൾ മൂലം കുറച്ച് മാനസിക പ്രയാസങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതേപോലെ സന്താനങ്ങളെക്കുറിച്ച് ചില ആകാംക്ഷകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവരുടെ അലസതയോ ക്ഷീണമോ മടിയോ ചെറിയ ചെറിയ അസുഖങ്ങളോ ഒക്കെ കൊണ്ട് മനസ്സ് അസ്വസ്ഥമാകാൻ സാധ്യതയുണ്ട്. നേരത്തെ മാനസികമായി ഒരുപാട്
പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് അത് അധികരിക്കാൻ സാധ്യതയുണ്ട്. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുള്ളവർക്കും അധികരിക്കാനായിട്ടുള്ള സാധ്യത കാണുകയാണ്. എന്തായാലും ഇന്നത്തെ ദിവസം ചികിത്സയ്ക്ക് തിരഞ്ഞെടുക്കുന്നത് നല്ലതല്ല. തീരെ നിവൃത്തിയില്ലെങ്കിൽ മാത്രം ആശുപത്രിയെ സമീപിക്കുക. അടുത്ത ദിവസത്തേക്ക് ആ പരിപാടികളൊക്കെ മാറ്റിവെക്കുന്നത് നന്നായിരിക്കും. വിദ്യ തുടങ്ങുന്നതിനും വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ തുടങ്ങുന്നതിനുമൊക്കെ ഇന്ന് നല്ല ദിവസമാണ്. എഴുത്തുകാർക്ക് വളരെ നല്ല ദിവസമായിരിക്കും. അതേപോലെ വായന ശീലമാക്കിയിട്ടുള്ളവർക്ക് വളരെ ആനന്ദകരമായ അനുഭൂതിദായകമായ പുസ്തകങ്ങളൊക്കെ ലഭിച്ച് സന്തോഷം ലഭിക്കാൻ സാധ്യതയുണ്ട്. സ്ക്രിപ്റ്റ് എഴുതുന്നവർക്ക്, ആധാരം എഴുത്തുകാർക്കൊക്കെ ഇന്ന് നല്ല ദിവസമായിരിക്കും. രാഷ്ട്രീയമായി മത്സരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ ഒരു വിധി അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിനുള്ള സിലക്ഷൻ ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. അതേപോലെ തർക്കങ്ങളിലും വഴക്കുകളിലും ഒക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്കിന്ന് പ്രതികൂലമായ ദിവസമായിരിക്കും. പെട്ടെന്നുണ്ടാകുന്ന ചില മാറ്റങ്ങൾ കൊണ്ട് മാനസിക ക്ലേശങ്ങളുണ്ടാകുന്ന ദിവസമാണ്. ബിസിനസ്സുകാർക്ക് വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കുകയില്ല ഇന്ന്. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഇന്നത്തെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, കാല്, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ്, ഗുണാധിക്യമാണ് കാണുന്നത്. ഒരുപാട് കാലങ്ങളായി ആഗ്രഹിക്കുന്ന ജോലിക്ക് പ്രവേശിക്കാൻ സാധിക്കും. ജോലി ഇല്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് ജോലി ലഭിക്കാനുള്ള ഒരു മറുപടി ലഭിക്കുന്ന ദിവസമായിരിക്കും. കുടുംബത്തിലുണ്ടായിരുന്ന പല പല ക്ലേശങ്ങൾക്കും പരിഹാരം കാണാനായിട്ട് ഒരു വഴി തെളിഞ്ഞു വരുന്ന ദിവസമാണ്. സാമ്പത്തികമായ കാര്യങ്ങളിൽ ഇടപെടുന്നവർക്കും അനുകൂലമായ ദിവസമായിരിക്കും. അതേപോലെ വിവാഹാദി കാര്യങ്ങൾക്ക് ശ്രമിക്കുന്നവർക്കും ഇന്ന് അനുകൂലമായ ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ ദിവസമാണ്. എന്നാൽ വിദ്യാഭ്യാസ മേഖലയ്ക്ക് അത്ര അനുകൂലമായ ദിവസമായിരിക്കുകയില്ല. പ്രൈവറ്റായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് അപവാദങ്ങൾക്കോ അല്ലെങ്കിൽ നിയമപരമായ ഇടപെടലുകൾക്കോ ഒക്കെ സാധ്യത കാണുന്നുണ്ട്. രാഷ്ട്രീയക്കാർക്കും അതേപോലെ കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും സിനിമ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഇന്ന് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ്. സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്ക്, ബിസിനസ്സുകാർക്ക് അത്ര നല്ല ദിവസമായിരിക്കുകയില്ല. എന്നാൽ ലോഹനിർമ്മിതമായ വസ്തുക്കൾ കച്ചവടം നടത്തുന്നവർക്കും വലിയ ഹോൾസെയിൽ ബിസിനസ് നടത്തുന്നവർക്കുമൊക്കെ ഇന്ന് അനുകൂലമായ ദിവസമായി കാണുന്നു. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പൂജാവിധികളും കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് ഒക്കെ ജോലി ചെയ്യുന്ന ദൈവികമായ കാര്യങ്ങൾ, വേദപരമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ഇന്ന് വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമായിരിക്കും. സംഗീത മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും അതുപോലെ ജോലി അന്വേഷിക്കുന്നവർക്കും അനുകൂലമായ ഒരു ദിവസമായിരിക്കും. സഹോദരങ്ങൾക്ക് ദുരിതമുണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. സാമ്പത്തികമായ കാര്യങ്ങളിൽ കുറച്ചുകൂടെ ആത്മവിശ്വാസം വരുന്ന ഒരു ദിവസമായിരിക്കും. ശാരീരികമായ ക്ലേശങ്ങൾ ചിലത് അലട്ടിയേക്കാമെങ്കിലും വലിയ ബുദ്ധിമുട്ടുകളൊന്നും വലുതായി കാണുന്നില്ല. സന്താനങ്ങളെ കൊണ്ട് വളരെയധികം സന്തോഷം അനുഭവിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇത്. കേസും വഴക്കും ഒക്കെ ആയിട്ട് മുൻപോട്ട് പോകുന്നവർക്ക് അതിനൊക്കെ ആശ്വാസകരമായ ഒരു പരിഹാരം കണ്ടെത്തുന്നതാണ് വഴിതർക്കം. അങ്ങനെയുള്ളതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്താനായിട്ട് സാധ്യത ഉണ്ട്. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രമുക്കാല്, അത്തം, ചിത്തിരാര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ്, ഗുണാധിക്യമാണ് കാണുന്നത്. ഏറ്റെടുത്ത പല കാര്യങ്ങളും ചെയ്തു തീർക്കാനായി സാധിക്കുന്നതിൽ ചാരിതാർത്ഥ്യമുണ്ടാകുന്ന ദിവസമാണ്. അതേപോലെ സാമ്പത്തികമായ കാര്യങ്ങളിൽ ഒരു തീരുമാനമുണ്ടാകുന്ന ദിവസമാണ്. കുട്ടികളുടെ വിവാഹത്തിനായി പണം ശേഖരിക്കാൻ ശ്രമിക്കുന്ന ഏത് രീതിയായാലും, വസ്തു വിൽപ്പനയോ ലോണോ ഒക്കെ ആയാലും അതൊക്കെ ഇന്ന് അനുകൂലമായൊരു അവസാനത്തിലേക്ക് എത്തുന്ന ദിവസമാണ്. തീർച്ചയായിട്ടും അതിൽ വളരെ ആശങ്ക ഉണ്ടായിരുന്നവർക്ക് ആശ്വാസകരമായൊരു മറുപടി ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. അതേപോലെ എഴുത്തുകുത്തുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിവസമാണ്. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായൊരു ദിവസമായിരിക്കും. കലാപരമായ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ്.
കലാപരമായ സാങ്കേതിക വിദ്യയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഇന്ന് വളരെ അനുകൂലമായ ദിവസമാണ്. വിവാഹാദി കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂലമായ ഫലം ലഭിക്കുന്നതാണ്. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരാര, ചോതി, വിശാഖമുക്കാല്. തുലാക്കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണാധിക്യമുള്ള ദിവസമാണ്. പ്രതീക്ഷിച്ചതിലും നേട്ടങ്ങൾ കൈവരുന്ന ദിവസമാണ്. പ്രത്യേകിച്ച് ബിസിനസ്സുകാർക്ക്, ഇമ്പോർട്ട് എക്സ്പോർട്ട് നടത്തുന്നവർക്ക്, കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ വളരെ അനുകൂലമായ ദിവസമാണ്. സാമ്പത്തികമായി അല്ലെങ്കിൽ ശമ്പളം ലഭിക്കാതെ കെട്ടിക്കിടക്കുന്ന ശമ്പളം, അതേപോലെ കുടിശ്ശിക കിടക്കുന്ന ശമ്പളം, പെൻഷന് വേണ്ടിയിട്ട് അലഞ്ഞു നടക്കുന്നവർക്കൊക്കെ അത് കൂടിക്കിടക്കുന്നതൊക്കെ അവർക്ക് ലഭിക്കാനായിട്ട് സാധ്യതയുള്ള ഒരു ദിവസമാണ്. പരിശ്രമിക്കുക, എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി നടക്കും. എല്ലാത്തിനും ഈശ്വര വിശ്വാസം, ഈശ്വര പ്രാർത്ഥന അത്യാവശ്യമാണ്. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോയാൽ എല്ലാം അനായാസേന സാധിക്കാവുന്നതാണ്. ആത്മവിശ്വാസവും കൈവിടാതെ മുൻപോട്ട് പോവുക. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം താരതമ്യേന കുറച്ച് സംഘർഷം നിറഞ്ഞ ദിവസമായിരിക്കും. എല്ലാ കാര്യത്തിലും ഒരു അലസത, ഒരു ക്ഷീണം ഒക്കെ അനുഭവപ്പെട്ടേക്കാം. പങ്കാളിയിൽ നിന്ന് പ്രതികൂലമായ ചില നീക്കങ്ങൾ മൂലം മനപ്രയാസമുണ്ടാകാനായി സാധ്യതയുണ്ട്. ഉറ്റ ബന്ധുക്കളുടെ വേർപാട് മൂലം ചില മാനസിക പ്രയാസങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. ദീർഘയാത്ര അനിവാര്യമായി വന്നേക്കാം. യാത്രയിൽ ചില കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളുമൊക്കെ വന്ന് ഭവിക്കാൻ സാധ്യതയുണ്ട്. വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക്, വിദേശത്ത് നിന്ന് ഉള്ള ഇടപാടുകൾ നടത്തുന്നവർക്ക്, ഇമ്പോർട്ട് എക്സ്പോർട്ട് നടത്തുന്നവർക്കൊക്കെ ഇന്ന് അനുകൂലമായ ദിവസമായിരിക്കും. അതേപോലെ സന്താനങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾക്ക് വഴി കാണുന്നില്ല. എന്നാൽ സന്താനങ്ങളിൽ ചിലർക്ക് ചില ഒടിവ്, മുറിവ്, ചതവൊക്കെ സംഭവിക്കാനായിട്ട് സാധ്യത കാണുന്നുണ്ട്. അനാവശ്യമായ കൂട്ടുകെട്ടുകളിൽപ്പെട്ട് സ്വയംകൃതാനർത്ഥം വരുത്തുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഉള്ളത്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി കൂട്ടുകാരെ തിരഞ്ഞെടുക്കുക. എല്ലാ കാര്യത്തിലും നമുക്ക് ഒരു ആത്മധൈര്യവും തീരുമാനവും, ഉറച്ച തീരുമാനവും ആവശ്യമാണ്. നമ്മുടെ ഉറ്റവരോട്, മാതാപിതാക്കളോട് നമ്മുടെ പ്രശ്നങ്ങൾ തുറന്നു പറയുന്നത് എപ്പോഴും ആശ്വാസകരമായിരിക്കും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് വളരെ ആശ്വാസകരമായ ദിവസമായിരിക്കും. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായിരുന്ന ആശങ്കകൾക്കൊക്കെ ഒരു പരിഹാരം കണ്ടെത്തുന്ന ദിവസമാണ്. എന്നാൽ ശാരീരിക ക്ലേശങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നടുവ് വേദന ഉള്ളവർക്ക് അത് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഉദര രോഗമുള്ളവർക്ക് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ എക്സർസൈസ് ചെയ്യാൻ പോകുന്നവർ വളരെ ശ്രദ്ധിക്കുക. വീഴ്ചയ്ക്കും ഒടിവിനുമൊക്കെ ചെറിയ സാധ്യത കാണുന്നുണ്ട്. വളരെ ശ്രദ്ധിച്ചാൽ ഒഴിവാക്കാവുന്നതാണ് അത്. അതേപോലെ രാഷ്ട്രീയക്കാർക്ക്, വൈദ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഇന്ന് അനുകൂലമായ ഒരു ദിവസമായിരിക്കും. ധാരാളം കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ഉള്ളതൊക്കെ പകുതിയോളം ചെയ്തു തീർക്കാൻ ഇന്ന് സാധിക്കുന്നതാണ്. ഉത്സാഹത്തോടു കൂടി ജോലിയിൽ ഏർപ്പെടുക. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചില വെല്ലുവിളികൾ ഉണ്ടായേക്കാം, എന്നാലും അതിനെ അതിജീവിക്കാനായിട്ട് സാധിക്കും. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ് ആയിരിക്കുമെങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത്. രോഗശമനത്തിന് സാധ്യതയുണ്ട്. അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെടാനും കൂട്ടുകൂടാനുമൊക്കെ പോയി കഴിഞ്ഞാൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നതൊഴിച്ചാൽ വേറെ ബുദ്ധിമുട്ടുകളൊന്നും കാണുന്നില്ല. അനാവശ്യമായ ദുശീലങ്ങൾ വച്ചു പുലർത്തുന്നവർക്ക് ഇന്ന് വളരെ പ്രതികൂലമായൊരു ദിവസമായിരിക്കും. അതൊഴിച്ചാൽ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും അനുകൂലമായൊരു ദിവസമാണ് ഇന്ന്. എല്ലാ മേഖലയിലുള്ളവർക്ക്, മത്സ്യബന്ധന മേഖലയിൽ ജലവുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവർക്ക്, അതേപോലെ വയലേലകളിൽ കൃഷികൾ ചെയ്യുന്നവർക്ക് ഒക്കെ ഇന്ന് നല്ല ഒരു ദിവസമായിരിക്കും. കൂടാതെ
ബ്യൂട്ടീഷ്യന്മാർക്ക് അല്ലെങ്കിൽ ബൊട്ടിക് നടത്തുന്നവർക്ക് അങ്ങനെയുള്ള കോസ്മെറ്റിക് ഡീലിങ്സൊക്കെ ഉള്ളവർക്കൊക്കെ ഇന്ന് അനുകൂലമായ ഒരു ദിവസമായിരിക്കും. ഗൃഹാന്തരീക്ഷം കുറച്ച് കലുഷിതമാകാൻ സാധ്യതയുണ്ട്. വാക്കുകൾ ശ്രദ്ധിച്ച് നിയന്ത്രണം പാലിക്കുക. അതേപോലെ അതികോപം വരുമ്പോൾ നിശബ്ദമായി ഒരിടത്തേക്ക് ഒതുങ്ങിക്കൂടുക. വഴക്കുകൾ ഒഴിവാക്കാൻ ഇത് ഏറ്റവും അനുകൂലമായൊരു സാഹചര്യമാണ്. എന്നാൽ സന്താനങ്ങളെ കൊണ്ട് വളരെ ആശ്വാസകരമായ ചില അനുഭവങ്ങൾ ലഭിക്കാനിടയുണ്ട്. അവർക്ക് അവരുടെ ഉന്നമനത്തിനോ വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിനോ ശ്രമിക്കുന്നവർക്ക് വളരെ അനുകൂലമായൊരു മറുപടിയായിരിക്കും. വിദേശയാത്രയ്ക്കും വിദേശത്ത് പഠനത്തിന് പോകുന്നവർക്കും ഒക്കെ അനുകൂലമായൊരു ദിവസമായിരിക്കും. വലിയ എക്സ്പോർട്ട് ഇമ്പോർട്ട് നടത്തുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരുരുട്ടാതിമുക്കാൽ. ഈ കൂറുകാർക്ക് ഇന്ന് ഗുണദോഷ സമ്മിശ്രമായ ദിവസമായിരിക്കും. എങ്കിലും അകാരണമായ മനക്ലേശവും അകാരണമായ ഭയവും മനസ്സിനെ അലട്ടിയേക്കാം. സാമ്പത്തികമായി ചില സംഘർഷങ്ങൾ അനുഭവപ്പെട്ടേക്കാം. ചിലവ് കൂടുന്ന ദിവസമാണ്. ഗൃഹോപകരണങ്ങൾക്ക് നാശനഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. വാഹനത്തിനും നിർമ്മാണ ചെലവ് വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഔദ്യോഗിക രംഗത്ത് വളരെ ആശ്വാസകരമായ അനുഭവങ്ങളാണ് ഉണ്ടാവുക. അതേപോലെ സാങ്കേതിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഈ സംഘർഷം വൈകുന്നേരത്തോടുകൂടി ശാന്തമാകുന്നതാണ്. എഴുത്തുകാർക്ക് ഇന്ന് വളരെ അനുകൂലമായ ദിവസമാണ്. അതേപോലെ മത്സ്യബന്ധന മേഖലയിലോ ജലവുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർക്കോ കാർഷിക രംഗത്തുള്ളവർക്കോ കായികമായി ജോലി ചെയ്യുന്നവർക്കോ ഒക്കെ വളരെ ഗുണദോഷ സമ്മിശ്രമായ ദിവസമാണ്. എങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറുകാർക്ക് ഇന്ന് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. ഉത്സാഹത്തോടു കൂടി എല്ലാം ചെയ്യാൻ സാധിക്കും. ചില സർക്കാർ ഇടപാടുകളിലുള്ള പേപ്പറുകളെല്ലാം വളരെ വിദഗ്ധമായും വളരെ പൂർണ്ണമായും ഏറ്റെടുത്ത് പൂർത്തിയാക്കാൻ പറ്റുന്ന ഒരു ദിവസമായിരിക്കും. കേസ് വഴക്കിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ആശ്വാസകരമായ ഒരു ദിവസമായിരിക്കുമെന്ന്. അതേപോലെ തന്നെ നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഇന്ന് അനുകൂലമായ ദിവസമാണ്. വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ ദിവസമായിരിക്കും. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പോർട്ടുമായി ബന്ധപ്പെട്ട എയർപോർട്ടോ അല്ലെങ്കിൽ ഷിപ്പിംഗ് കമ്പനിയോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കും ഇന്ന് അനുകൂലമായ ഒരു ദിവസമായിരിക്കും. ഗ്രഹം മോടി പിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ സാമ്പത്തികമായി വളരെ ആശ്വാസം ലഭിക്കുന്ന ഒരു ദിവസമാണ്. സാമ്പത്തിക ഭദ്രത ഉണ്ട് എന്ന് വിചാരിച്ച് മനസമാധാനപ്പെടാൻ സാധിക്കുന്ന ദിവസമാണ്. പുതിയ ഗ്രഹം വാങ്ങാനുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തിയാകുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുന്നു. എല്ലാവരെയും സർവേശ്വരൻ കാത്തു രക്ഷിക്കട്ടെ. നാളെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം പറയുന്നു.